ഞാൻ ഭോപ്പാലിൽ എത്തപ്പെട്ടത് നാട്ടില് IT കഴിഞ്ഞ് ഞാൻ നിന്ന സമയത്ത് ചേട്ടൻ ഭോപ്പാലിലായിരുന്നു. യൂണിയൻ കാർബൈഡ് ജോലി കിട്ടി. പുള്ളി ബീഹാർ പട്നയിൽ നിന്ന് അവിടെ വന്ന് അപ്പൊ എന്നോട് പറഞ്ഞു എന്നെ ഈ ഭോപ്പാലിൽ കൊണ്ടുവന്നു. പുള്ളി വണ്ടി കയറിക്കോളാൻ പറഞ്ഞു. കേരളത്തിൽ നിന്ന് നമ്മൾ ശരിയാകില്ല എന്ന് അറിയാം. അപ്പൊ പുള്ളി പറഞ്ഞതനുസരിച്ച് ഞാൻ ഭോപ്പാലിൽ വന്നു. 79 ഒരു തണുപ്പത്ത് വന്ന് ട്രെയിനെ വന്ന് ഇറങ്ങി ഭോപ്പാലിൽ. പിന്നെ വന്നു ഭോപ്പാലിൽ വന്ന് ആദ്യമേ അവിടെ ചെറിയ ജോലികളൊക്കെ ചെയ്ത് ഹിന്ദിയൊക്കെ പഠിച്ചു. 6 മാസം കൊണ്ട് ഹിന്ദി നല്ല ഫ്ലുവൻ്റ് ആയി. ലോക്കൽസ് സംസാരിക്കുന്ന പോലൊക്കെ അറിയാം. നല്ല ഇതായി. ഏതായാലും കാരണം അങ്ങനത്തെ രീതിയിലാണ് ഞാൻ എൻ്റെ ആദ്യത്തെ ജോലിയൊക്കെ ചെയ്തത്. അപ്പം പിന്നെ സൗണ്ട് പരിപാടിക്കൊക്കെ ഞാൻ പോകുമായിരുന്നല്ലോ. ശനിക്ക് ഓർമ്മയുണ്ടോ? നമുക്ക് അവിടെ ഞാൻ ആ സമയത്തല്ല, ശനിയൊന്നും ഞങ്ങൾ കമല പാർക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് താമസിക്കുന്ന സമയമാണ്. ശനിയൊന്നും അന്ന് നമ്മൾ പരിചയപ്പെട്ടില്ല. അത് കമല പാർക്ക് ഞാൻ താമസിക്കുമ്പോൾ ഞാൻ ആദ്യം ഭോപ്പാലിൽ വന്ന് ജോലിക്ക് കയറുന്നത് ഒരു കടയില് എൻ്റെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പൊ അവിടെ കടയിൽ പോയിട്ട് ഒത്തിരി നല്ല ഗുണമെന്ന് ചോദിച്ചാൽ എന്താ പറയുക, ലോക്കൽ ഭാഷയെ പെട്ടെന്ന് പഠിക്കാൻ പറ്റി. കാരണം ഈ എന്തെങ്കിലും പർച്ചേസ് ചെയ്യാൻ ആൾക്കാർ വരുന്ന അവരോട് സംസാരിക്കാനൊക്കെ പെട്ടെന്ന് വരുന്നു. പിന്നെ പഠിച്ചു. ആദ്യത്തെ എൻ്റെ പണി എന്താണെന്ന് അറിയാം, അവിടെ ചെന്നിരുന്ന് കഴിഞ്ഞ് അപ്പൊ ഭാഷ അറിയാൻ എന്താ നമ്മൾ കൈക്രിയ മാത്രം, ആക്ഷൻ മാത്രമേ ഉള്ളൂ. അങ്ങനെ ആയതുകൊണ്ട് അവരെനിക്ക് ഒരു ജോലി തന്നത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അന്ന് വളരെ ഫേമസ് ആയിരുന്നു ഈ കാസറ്റ് റെക്കോർഡ്. അന്ന് നമ്മുടെ ഡിസ്ക് ഉണ്ടല്ലോ, വലിയ റെക്കോർഡ് പ്ലെയർ, വലിയ HMVയുടെ വലിയ ടേൺ ടേബിൾ ഉപയോഗിക്കുന്ന വലിയ ഡിസ്ക് HMVയുടെ. അപ്പൊ ആ ഡിസ്കിലുള്ള പാട്ടുകൾ കാസറ്റിലാക്കുമായിരുന്നു അന്ന് ആൾക്കാർ. അപ്പൊ അതിലോട്ട് റെക്കോർഡ് ചെയ്ത് നമ്മൾ കൊടുക്കും. അതിനുള്ള ടേപ്പ് റെക്കോർഡറിലോട്ട് ചെന്ന് കണക്ട് ചെയ്തിട്ട് അപ്പൊ ഡിസ്കിൽ നിന്ന് പാട്ട്. അന്ന് ടേപ്പ് റെക്കോർഡറൊക്കെ എല്ലാവർക്കും വലിയ പുതുമയായിരുന്നു ആൾക്കാർക്ക്. അപ്പൊ ആ കാസറ്റ് റെക്കോർഡ് ചെയ്യാൻ ഒരു ലിസ്റ്റും ലേബലും അത് ആ കാസറ്റും ഉൾപ്പെടെ റബ്ബർ ബാൻഡ് ഇട്ടുമാർ എൻ്റെ തരികയുള്ളൂ. എന്നിട്ട് ഞാൻ ആ റെക്കോർഡ് ഏതാന്ന് എടുത്തിട്ട് നമ്മൾ അത് റെക്കോർഡ് ചെയ്യണം. ആ പാട്ട് കാസറ്റിനകത്തോട്ട് ആക്കണം. അങ്ങനെ ആക്കി. അപ്പൊ അതായിരുന്നു എൻ്റെ ആദ്യത്തെ ജോലി. അങ്ങനെ ആക്കി കൊടുത്തു കഴിഞ്ഞു. അപ്പൊ ആദ്യത്തെ 1 മാസം എനിക്ക് അവർ ശമ്പളമൊന്നും തന്നില്ല. അപ്പൊ അങ്ങനെ ചെയ്ത് അത് ഈസി പണിയാണ്, കുഴപ്പമൊന്നുമില്ല. അതിന് ഭാഷയൊന്നും ആവശ്യമില്ല. എഴുതിയേക്കുന്ന പേര് വായിക്കുക, ഏത് സിനിമയിലെ ഏത് പാട്ടാന്ന് നോക്കിയിട്ട് റെക്കോർഡ് ചെയ്യുക, അത് റബ്ബർ ബാൻഡ് ഇട്ട് റെഡിയാണ് ഉള്ളത് തിരിച്ചു വെച്ച് വെക്കുക. അപ്പൊ അവർ കസ്റ്റമറുമായിട്ട് കടയുടെ ഓണർ കൊടുത്തോളും, പൈസ വാങ്ങിച്ചോളും. അത് ഹമീദിയ എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു. ഹമീദിയ റോഡിലായിരുന്നു. മേത്ത ട്രേഡേഴ്സ്. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ആ പേര്, മേത്ത ട്രേഡേഴ്സ്. അതിന്റെ ഓണർ മേത്താജിയും പിന്നെ 3 ആമക്കളും ഉള്ളത്. അപ്പം അവിടെ അങ്ങനെ ആ ജോലി ചെയ്ത് പിന്നെ പതുക്കെ എൻ്റെ ഒരു ഫ്രണ്ട്, അവിടുത്തെ ലോക്കൽ മുസ്ലിം ഫ്രണ്ട് ആയിരുന്നു. അപ്പോൾ അവൻ അവിടെ മെക്കാനിക്കായിട്ട് ടെക്നീഷ്യനായിട്ട് ജോലി, റിപ്പയറിംഗ് ഒക്കെ വരുന്ന ടേപ്പ് റെക്കോർഡറും അല്ലെ സ്റ്റീരിയോ ഒക്കെ അതൊക്കെ ആൾക്കാർ കൂടുതൽ റിപ്പയർ ചെയ്യിക്കുന്നത്. റെക്കോർഡ് പ്ലെയർ അത് ചെയ്യാനായിട്ട്. പിന്നെ അപ്പൊ എനിക്ക് ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ട് എന്നെ ആ റിപ്പയറിങ്ങിന്, പിന്നെ അവൻ ബിസി ആയിരുന്ന സമയത്തൊക്കെ ഞാൻ ഓട്ടം എടുത്ത് റിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഉടമസ്ഥൻ മുതലാളിക്ക് മനസ്സിലായി. അപ്പൊ എനിക്കും ചെയ്യാൻ പറ്റുമല്ലോ. അങ്ങനെ അപ്പൊ അതിന് ഞാനിരുന്നു. പിന്നെ അപ്പൊ അതിന് ഭാഷയുടെ ആവശ്യമില്ല. അപ്പൊ എല്ലാം റെഡിയാക്കി റിപ്പയർ ചെയ്ത് അങ്ങനെ കൊടുക്കാൻ. അപ്പൊ അങ്ങനെ റിപ്പയറിങ് പതുക്കെ അവിടെ നിന്നാണ് തുടങ്ങുന്നത് എൻ്റെ റിപ്പയറിങ് ഫീൽഡ്. ടെക്നിക്കൽ ഫീൽഡ് ശരിക്കും പഠിച്ചു കഴിഞ്ഞ് തുടങ്ങുന്ന അവിടുന്ന്. അപ്പൊ ആദ്യത്തെ മാസം എനിക്ക് അവർ ശമ്പളം തന്നു 30 രൂപയാണ്. അപ്പൊ 30 രൂപ തന്ന് ഞാൻ സൈക്കിളിൽ നിന്ന് വീട്ടിൽ വരും. അപ്പൊ ചിലവൊന്നുമില്ല നമുക്ക്. മറ്റേ സൈക്കിളിൽ നിന്ന് വീട്ടിൽ നിന്ന് കടയിൽ വരും, വൈകിട്ട് തിരിച്ചു പോകും. അപ്പൊ 30 രൂപ പിന്നത്തെ മാസമായപ്പോൾ എനിക്ക്. അപ്പൊ ഈ റിപ്പയറിങ് ഞാൻ പിന്നെ വീണ്ടും കുറെ കൂടെ നല്ലതായിട്ട് ചെയ്യാൻ തുടങ്ങി കൂടുതൽ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞപ്പം റിപ്പയറിങ് ചെയ്യും, ഫ്രീ ആയിട്ടുള്ള സമയം റെക്കോർഡിങ്ങിനും ചെയ്യും. അങ്ങനെ ചെയ്തപ്പോൾ 60 രൂപ എനിക്ക് പിന്നത്തെ മാസം 60 തന്നു. അങ്ങനെ ശമ്പളം ഓരോ മാസം ഇങ്ങനെ കൂട്ടി തന്ന് ഒരു ദിവസം പിന്നെ അവര് അവിടുത്തെ പിന്നെ ഏതാണ്ട് പ്രശ്നം വന്നപ്പം ഒരാൾ വേണ്ടാന്ന് പറഞ്ഞ് എൻ്റെ ജോലി നിർത്തി. എൻ്റെ ജോലി അപ്പൊ വീട്ടിലോട്ട് വരുന്ന വഴി തന്നെ ഞാൻ ചെയ്തത് എൻ്റെ ജോലി. അപ്പൊ അവിടുത്തെ പോയി വരുന്ന വഴി തന്നെ വേറൊരു കടയിൽ ഇങ്ങനെ പലയിടത്ത് കയറി ചോദിക്കും. അപ്പൊ ഒരു കടയിൽ അവിടെ വന്നപ്പോൾ ഒരു ജെയിൻ്റെ കടയാണ്. അപ്പൊ ജെയിൻ്റെ കടയിൽ വന്നു കഴിഞ്ഞപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു ആളിനെ ആവശ്യമുണ്ട്, നാളെ മുതൽ വരാൻ പറഞ്ഞു.
പിറ്റേ ദിവസം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പുള്ളിയുടെ പരിപാടി എന്ന് പറഞ്ഞാൽ പുള്ളി ഭോപ്പാലിൽ എന്തെങ്കിലും സ്റ്റേജ് ഷോയെ പിന്നെ എന്തെങ്കിലും ഇങ്ങനെ പരിപാടികൾ കല്യാണം എന്ത് പരിപാടി നടന്നാലും സൗണ്ട് പ്രൊവൈഡ് ചെയ്യുന്ന ആള്, സൗണ്ട് സിസ്റ്റമാണ് പുള്ളിയുടെ മെയിനായിട്ട്. അപ്പോൾ സൗണ്ട് സിസ്റ്റത്തിന് ഞാൻ ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ സൗണ്ട് എനിക്കുന്നവരെ ഞാൻ ചെയ്ത് പരിചയമില്ല. പുള്ളി പറഞ്ഞു ഒന്നും പേടിക്കണ്ട, അവിടെ പോയിരുന്ന് ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യുക, അതായത് സൗണ്ട് സ്പീക്കറും വയറിങ്ങും എല്ലാം ചെയ്യാനെ കൊണ്ട് പുള്ളിയുടെ വേറെ ലേബേഴ്സ് ഉണ്ട്, അവർ ചെയ്തോളും. അപ്പോൾ പുള്ളി പോയിരിക്കുന്ന പണി പുള്ളി അല്ലെങ്കിൽ ഇത് ടേക്ക് കെയർ ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ പുള്ളിക്ക് പകരം ഞാൻ അവിടെ പോയിരുന്ന ഇത് ഓപ്പറേറ്റ് ചെയ്താൽ മതി. ഇപ്പം മ്യൂസിക് സ്റ്റേജ് ആണെങ്കിൽ ഇങ്ങനെ മ്യൂസിക് നടക്കുന്ന സമയം കല്യാണത്തിനൊക്കെ ആൾക്കാർ സ്റ്റേജ് ഷോ ചെയ്യുമ്പം അവിടെ പോയി നമ്മൾ സൗണ്ടൊക്കെ എല്ലാം ഒന്ന് കൂട്ടി കുറച്ച് കൊടുത്താൽ മതി. അപ്പം അതെന്നെ കാണിച്ചത് ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം പുള്ളി പിന്നെ എന്നെ എൻകറേജ് ചെയ്ത് നിനക്ക് ചെയ്യാൻ പറ്റും, ഒന്നും പേടിക്കണ്ട. അപ്പം മൈക്രോഫോൺ ഒന്ന് കുത്തി കഴിഞ്ഞാൽ ഒന്നിന്റെ വോളിയം തിരിച്ചാൽ ഇങ്ങനെ വരും. അന്ന് ബാസ് എല്ലാം തിരിക്കുന്ന ബട്ടണാണ്, ഇന്നത്തെ പോലെ ഡിജിറ്റലോ അനലോഗോ അല്ലെങ്കിൽ വലിയ സിസ്റ്റം ഒന്നും ഇല്ല. എഫക്ട്സ് ഒന്നും അങ്ങനത്തെ എഫക്ട്സിനൊക്കെ ഈക്വലൈസർ എന്ന് പറയുന്ന പ്രത്യേക യൂണിറ്റ് ഒക്കെ ഉപയോഗിക്കാം. അതൊക്കെ സെറ്റ് ചെയ്യാനൊക്കെ ഒന്ന് കാണിച്ചു വന്നു കഴിഞ്ഞപ്പം അങ്ങനെ ഞാൻ ചെയ്യാൻ തുടങ്ങി. അവിടുന്ന് സൗണ്ട് സ്റ്റേജ് ഷോ ഒക്കെ വലിയ സ്റ്റേജ് ഷോ അവിടെ നടക്കുക. പുള്ളിയുടെ ആയിരുന്നു ഭോപ്പാലിൽ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള സൗണ്ട് സിസ്റ്റം. അന്നൊക്കെ എൻ്റെ ഓർമ്മയിൽ 7,000-8,000 രൂപയൊക്കെ ആയിരുന്നു. സാധാരണ ആൾക്കാർ 100-200 ചെയ്യുന്ന സമയത്ത് വലിയ കല്യാണ പാർട്ടികളൊക്കെ ഈ പുള്ളിയുടെ 7,000-8,000 രൂപയൊക്കെ ആയിരുന്നു സൗണ്ട് സിസ്റ്റം പുള്ളി ചാർജ് ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ നിന്ന് അത് പഠിച്ചുകൊണ്ട് എന്നിട്ട് സ്പീക്കറൊക്കെ പകലായിരുന്നു ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പീക്കറൊക്കെ ഈ കോണൊക്കെ അതിൻ്റെ പേപ്പർ ഉണ്ടല്ലോ മുന്നിലത്തെ, അതൊക്കെ പോകുന്നത് സ്പീക്കർ റിപ്പയർ ചെയ്യുക, പുതിയ ബോക്സ് ഉണ്ടാക്കുക, സൗണ്ട് ബോക്സ്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഓരോ പണികളും അങ്ങനെ ഇരുന്ന് പഠിച്ച് അത് ചെയ്തതിൻ്റെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കഴിഞ്ഞാണ് പിന്നെ ഈ ഞാൻ സ്വന്തമായിട്ട് പിന്നെ ഒരു ഇലക്ട്രോണിക്സ് കട സ്റ്റാർട്ട് ചെയ്തു. ടി.ടി. നഗറിലായിരുന്നു. ടി.ടി. നഗറിൽ സ്റ്റാർട്ട് ചെയ്തു. അതൊരു ഒരു പയ്യനെ ഞാൻ പരിചയപ്പെട്ടു. ഇങ്ങനെ കടയിൽ വന്നാന്ന് എങ്ങനെ ഞങ്ങൾ സംസാരിച്ചപ്പം അവന് പൈസയുണ്ട്. അവൻ്റെ അപ്പന് നമ്മുടെ അവിടെ മുനിസിപ്പാലിറ്റി ജോലി ചെയ്യുന്നവരും. അപ്പൊ ഇവന് ഒറ്റ മോനാണ്. അപ്പം മോന് നല്ല പൈസ, ഇങ്ങനെ അപ്പന് പൈസ ഉള്ളതുകൊണ്ട് അവൻ എന്തെങ്കിലും കട തുടങ്ങണമെന്ന് പറഞ്ഞ് അപ്പൊ എന്നോട് പറഞ്ഞു ഞാൻ മണി ഇൻവെസ്റ്റ് ചെയ്യാം, പിന്നെ അപ്പോൾ ടെക്നിക്കൽ പാർട്ട്ണറായിട്ട് നീ ഇരുന്നാൽ മതി, നമുക്ക് റിപ്പയറിങ് കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ സെയിൽസ് നോക്കിക്കോളാം എന്ന് പറഞ്ഞ് എന്നെ എൻകറേജ് ചെയ്ത് ഞാൻ ചോദിക്കുമ്പോൾ അച്ഛനോടും ചോദിക്കാതെ ഞങ്ങൾ കട ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ഡീറ്റെയിലാവും കടയൊക്കെ റെന്റിന് എടുത്തിട്ട് അവൻ്റെ അപ്പം മുനിസിപ്പാലിറ്റിയിലായിരുന്നുകൊണ്ട് പുള്ളിക്ക് അതിനുള്ള ഹോൾഡൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കട സ്റ്റാർട്ട് ചെയ്ത് കട നല്ലതായിട്ട് പോകുന്ന സമയമായിരുന്നു. റിപ്പയറിങ് ഇഷ്ടംപോലെ നടക്കാൻ തുടങ്ങി. പിന്നെ സെയിൽസ് ആണെങ്കിലും നല്ല ഇലക്ട്രോണിക് ഈ CD ഒക്കെ വയ്ക്കുന്ന പുള്ളി, അവനത് സെയിൽസിൻ്റെ, ഞാൻ ടെക്നിക്ക്, അങ്ങനെ ചെയ്ത് കട നല്ലതായിട്ട് ബിസിനസ് നല്ലതായിട്ട് നടക്കുന്ന സമയത്താണ് ഭോപ്പാലിലൊക്കെ TV വരുന്നത്. ആ സമയത്ത് അപ്പൊ TV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പഠിക്കുന്ന സമയത്ത് ദൂരെ നിന്ന് കാണിച്ചു വന്നിട്ട് അതുകൊണ്ട് അതാ TV എന്നുള്ളത് ഇങ്ങനെ കാണിക്കാം. ഒരു TV മാത്രമാണ് അവിടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ ഉള്ളായിരുന്നു. അത് തൊടിയിക്കുക പോലും അല്ലെങ്കിൽ അങ്ങനെ അടുത്ത് പോലും കാണാൻ സമ്മതിക്കില്ലായിരുന്നു. അപ്പൊ അങ്ങനെ TV കമ്പനിയിൽ കയറണം എന്നുള്ള ആഗ്രഹത്തിൽ ആ കടയെ നിർത്തിവെച്ച് വെസ്റ്റേൺ ഇലക്ട്രോണിക്സ് ജോലിക്ക് കയറി. അങ്ങനെ പിന്നെ അവിടുന്ന് മുന്നോട്ട് പിന്നെ ഇങ്ങനെ പോവായിരുന്നു. വെസ്റ്റേൺ കഴിഞ്ഞു. അതിൻ്റെ ഡൽഹിയിൽ മാസത്തിലൊരിക്കൽ പോവായിരുന്നു. അതിൻ്റെ ട്രെയിനിങ് ഒക്കെ തന്ന് ഭോപ്പാലിൽ ജോലിയായ സമയത്ത് നമ്മൾ പരിചയപ്പെടുന്നത്. അന്ന് വെസ്റ്റേണിലെ ഞാൻ ഹെൽപ്പറായിട്ടൊക്കെ വരുമായിരുന്നു. അതെ, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നില്ല. സമയം കിട്ടുമ്പോഴെല്ലാം കൂടെ കയറി പോകും. ബൈക്ക് കൊണ്ട് കയറി പോവാന്നുള്ളതല്ലായിരുന്നു അന്നത്തെ പരിപാടി. അതേ ഉള്ളൂ. അതെ, ബീച്ചുകളുടെ എല്ലാം മെയിൻ അതും കളർ TV ഉള്ളവർ വളരെ വലിയ ഹൈ റിച്ച് ആൾക്കാരെ വാങ്ങിക്കും. കളർ മിക്സിംഗിന്റെ പ്രോബ്ലം അതെ, അല്ലെങ്കിൽ ബ്ലൂ കൂടുതല, റെഡ് കൂടുതല, അല്ലെങ്കിൽ കളർ ട്യൂണിങ് ചെയ്യുക, അതൊക്കെ പരിപാടി നല്ല. അത് കഴിഞ്ഞ് എനിക്ക് രേഖയുടെ ഹസ്ബൻഡ്, ഫിലിം ആക്ട്രസ് രേഖയുടെ ഹസ്ബൻഡ് ഉണ്ടായിരുന്നല്ലോ, പുള്ളിക്കാരൻ അഗ്രവാൾ എന്ന് പറയും. പുള്ളിക്കാരൻ ഒരു TV കമ്പനി ഡൽഹി നോയിഡയിൽ സ്റ്റാർട്ട് ചെയ്തതിൻ്റെ ആ കമ്പനി എനിക്ക് ഓപ്പണിംഗ് വന്നപ്പോൾ ഞാൻ അവിടെ അപ്ലൈ ചെയ്തു. അത് ഭോപ്പാലിൽ ആദ്യം നിന്ന് വരുന്ന ഒരു കമ്പനിയാണ്, ഹോട്ട്ലൈൻ എന്ന് പറയും. ഹോട്ട്ലൈൻ അവിടെ ഞാൻ ജോയിൻ ചെയ്തു. അവിടെ വേറെ ആരും ഇല്ലായിരുന്നു, ടെക്നീഷ്യനോ അല്ല മറ്റേ സെയിൽസിൻ്റെ ആളില്ലായിരുന്നു, ഞാൻ മാത്രമായിരുന്നു മൊത്തം ഇൻചാർജ്. അപ്പോൾ അത് ഹമീദിയ ഹോസ്പിറ്റലിന് താഴെ പുള്ളി ഒരു ഡീലറായിട്ട് അപ്പോയിൻമെന്റ് ചെയ്തിട്ട് അതായിരുന്നു ഓഫീസും ഡീലർഷിപ്പും.
ഏരിയ. അങ്ങനെ ഇരുന്നപ്പോഴാണ് പള്ളിയിൽ നിന്ന് എബി വർക്കിൽ അപ്പോൾ അവര് കമ്പനി എന്നോട് പറഞ്ഞു ഒരു ഏരിയ മാനേജറെ വേണം, നിന്റെ അറിവിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ഏരിയ മാനേജറെ നമുക്ക് ചൂസ് ചെയ്യാമെന്ന് പറഞ്ഞ്. അപ്പൊ എൻ്റെ ഒരു വഴിത്തിരിവായിരുന്നു അത് കേട്ടോ സത്യം പറഞ്ഞാൽ. അപ്പൊ അവര് കമ്പനി പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ കൊയറിലുണ്ടായിരുന്ന MA-CT പഠിച്ച ഒരു പിന്നെ എബി വർക്കി എന്ന് പറയുന്ന പുള്ളി എനിക്ക് അറിയാം, മിടുക്കനാന്ന് അറിയാവുന്നതുകൊണ്ട് ഞാൻ പുള്ളിയെ റെഫർ ചെയ്തു. പുള്ളി ഇന്റർവ്യൂ കഴിഞ്ഞ് പുള്ളി ഏരിയ മാനേജറായിട്ട് ജോലി കിട്ടി. ഞങ്ങളുടെ കൂടെ അങ്ങനെ ആ കമ്പനി അവിടെ മാനേജ് ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് MB ഗവൺമെന്റ് ഇലക്ട്രോണിക്സ് കോർപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഹെഡായിട്ട് നമ്മുടെ കെൽട്രോണിന്റെ മാനേജർ നല്ല പിന്നെ പൊസിഷൻ ഇരുന്ന ആളാണ് കോഷ്ല എന്ന് പറയും. പുള്ളിയാണ് അതിന്റെ മെയിൻ ആൾ, ഇതിന്റെ ഫാക്ടറിയുടെ മെയിൻ ആയിട്ട് MB ഗവൺമെന്റ് എടുക്കുന്നത്. ഇപ്പൊ കെൽട്രോണിൽ ഇരുന്ന ആളായതുകൊണ്ട് പൊതുവെ പുള്ളിക്ക് ഇന്ത്യക്കാര് സൗത്ത് ഇന്ത്യൻ നമ്മുടെ കേരളക്കാരോടും തമിഴ്കാരോടും ഹൈദരാബാദ് സൗത്തിലെ ആൾക്കാരോട് പൊതുവെ നല്ല താല്പര്യം, നല്ല ഇമ്പ്രഷൻ ആയിരുന്നു. അങ്ങനെ വന്നപ്പം ഈ എബി വർക്കി ഞാൻ ജോലി ചെയ്യുന്ന സമയമാണല്ലോ, പുള്ളി എങ്ങനെ അപ്ലൈ ചെയ്ത് പുള്ളിക്ക് അവിടെ ജോലി കിട്ടി. ആദ്യം തന്നെ പുള്ളി ജോലി കയറി ഗവൺമെന്റിൽ. ജോലി കയറിയപ്പോഴാ പുള്ളി എന്നെ പിന്നെ ഞാനില്ലേ പുള്ളിക്ക് മറ്റേ ജോലി വാങ്ങിച്ചു കൊടുത്തത്, ആ കെയർ ഓഫിലെ പുള്ളി എന്നെ കൂടെ അവിടെ റെഫർ ചെയ്തു. അങ്ങനെ എനിക്ക് ഗവൺമെന്റ് ജോലി കിട്ടുന്നത്. ഇതെല്ലാം ദൈവം ഒരുക്കുന്ന ഓരോ വഴികളാണ്. പക്ഷേ റെഞ്ചി MP ഗവൺമെന്റ് ജോലി ചെയ്തായിരുന്നു എനിക്ക് ഓർമ്മയില്ല. കാരണം ഞാനൊരു പക്ഷെ ആ സമയത്ത് മാറിക്കഴിഞ്ഞു. പക്ഷേ അല്ലെങ്കിൽ നമ്മൾ ആ കമ്മ്യൂണിക്കേഷൻ അത് ഞാൻ 84 85 ഗവൺമെന്റ് ജോലി കയറി. എന്റെ MP നാളിലായിരുന്നു മഹാരാഷ്ട്ര. അപ്പൊ അവിടെ ഫാക്ടറി അവിടെ ആയിരുന്നു, പ്രൊഡക്ഷൻ ഒക്കെ അവിടെ. അന്ന് അവർ ആദ്യം കോർപ്പറേഷൻ രൂപീകരിച്ചു കഴിഞ്ഞാൽ അവർ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പ്ലാന്റ് ഒക്കെ സെറ്റപ്പ് ചെയ്യുന്നുള്ളൂ. അപ്പൊ ഞാനും കൂടി ഉൾപ്പെടെയാണ് പ്രൊഡക്ഷൻ ഏരിയയും അതിന്റെ ടെസ്റ്റ് ഇങ്ങനെ സിഗ് എന്നൊക്കെ പറയും, ഇങ്ങനെ വെച്ചിട്ട് ബോർഡൊക്കെ വെച്ചിട്ട്. അപ്പൊ അതിൽ ഞങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് കമ്പനി ആദ്യം ചെയ്തത് ECTV എന്ന് പറയും. ECTV എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഗവൺമെന്റ് ഒരേ ഒരു കമ്പനിയേ ഉള്ളൂ. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ആദ്യത്തെ ഒരു TV ആണ് ഇത് ECTV എന്ന് പറയും, ഇലക്ട്രോണിക്സ്. ഇതൊക്കെ 84 85. എന്നിട്ട് അവിടെ പ്ലാന്റ് ജോലിക്ക് കയറി. ഞാൻ പ്ലാന്റില് ഫ്ലോർ ഇൻചാർജ്, ഫൈനലിന്റെ ഫ്ലോർ ഇൻചാർജ് ആയിട്ട് ജോലി ചെയ്തു. ആ സമയത്ത് ഈ എബി വർക്ക് എന്താ പറ്റിയെന്ന് അറിയാം, ഞാൻ എന്നെ അവിടെ ഇത് ചെയ്ത്, അല്ല ഞങ്ങള് ഹോട്ടലിൽ ഒന്നിച്ച് ജോലി ചെയ്തു. പുള്ളി ഏരിയ മാനേജർ, പുള്ളിയെ ബ്രാഞ്ച് മാനേജറായിട്ട് റായ്പൂരിന് ട്രാൻസ്ഫർ ചെയ്തു. അപ്പൊ ഗവൺമെന്റ് അവിടെ ബ്രാഞ്ച് തുടങ്ങാൻ വേണ്ടിയിട്ട് റായ്പൂരിൽ വിട്ടു. റായ്പൂരിന് വിട്ടാൽ പുള്ളിക്ക് ഒരേ വാശി, റെഞ്ചിയും കൊണ്ടേ പോവുള്ളൂ. അപ്പൊ തോമസ് ഇല്ല, ഞാൻ പോകില്ല എന്ന് അവിടെ ഞങ്ങളുടെ മെയിൻ ആളിനോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവരെന്നെ കൂടെ വിളിപ്പിച്ചിട്ട് പിന്നെ ട്രാൻസ്ഫറിനുള്ളതെല്ലാം ചെയ്തു. ഞാൻ പറഞ്ഞു എനിക്ക് ചേട്ടനും ചേട്ടത്തിനും ചോദിക്കാതെ എനിക്ക് പോകാൻ പറ്റില്ല. പിന്നെ അച്ഛനും അമ്മയോടും പറഞ്ഞു, നമ്മുടെ ജീവിതമില്ലേ ഗവൺമെന്റ്. ഇല്ല അങ്ങനല്ല. പെങ്ങൾ ഇവിടെ മൂത്തമ്മാമ്മ ഇവിടെ അമേരിക്കയിൽ ഉള്ളതുകൊണ്ട് നമുക്ക് എന്നായാലും പോകാവുന്ന ഒരു അതുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഭോപ്പാലി പല കല്യാണ ആലോചന ഭോപ്പാലി ഇങ്ങനെ, പ്രത്യേകിച്ച് ഗവൺമെന്റ് പ്രൈവറ്റ് ജോലി ചെയ്യുമ്പോൾ ആരും നമ്മളെ ചോദിക്കില്ലായിരുന്നു. നാട്ടിൽ നിന്ന് വന്ന ഒരു പയ്യനെ പ്രൈവറ്റ് ജോലി ചെയ്യുന്ന ആർക്കാ വേണ്ടി. ഗവൺമെന്റ് ജോലി കിട്ടിക്കഴിഞ്ഞ് പല ആലോചനകളും വന്നു കഴിഞ്ഞ്. അപ്പൊ അമേരിക്ക വരേണ്ടി കൊണ്ട് ഒരു നേഴ്സ് വേണമെന്നുള്ള നേഴ്സിനെ, അപ്പൊ മൂത്തമ്മയൊക്കെ ഇവിടുന്ന് പറഞ്ഞു തന്നേക്കണ്ട, മെഡിക്കൽ നേഴ്സിനെ കെട്ടിക്കൊണ്ട് വന്നാൽ ഇവിടെ ജോലിയൊക്കെ ഈസിയാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അന്നൊക്കെ അങ്ങനെ പിന്നെ റായ്പൂരിന് ട്രാൻസ്ഫർ ആയി. റായ്പൂര് ഇപ്പം ഭോപ്പാലിൽ ആലോചന വരുമ്പോഴും ഭോപ്പാലിൽ വെച്ച് പറയുമ്പോൾ എനിക്ക് കേരളത്തിൽ നിന്നുള്ള കൊച്ചു പിള്ളേർ മതി എന്ന് പറഞ്ഞൊക്കെ അന്ന് പറയുമായിരുന്നു. അപ്പൊ ചേട്ടനും ഒക്കെ പല ആലോചനകളും പലതും ഇങ്ങനെ പ്രൊസീഡ് ചെയ്തിട്ടുണ്ട്. അതൊന്നും ദൈവീതമല്ലെന്ന് വിശ്വസിക്കുന്നത്. എങ്കിൽ തന്നെ റായ്പൂര് വന്നു, റായ്പൂരിൽ നിന്ന് ബ്രാഞ്ച് തുടങ്ങി. ഞങ്ങൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ അവിടുന്ന് ബിലാസ്പൂർ എന്ന് പറയുന്ന സ്ഥലത്തൊക്കെ, എല്ലാം മധ്യപ്രദേശായിരുന്നു അന്ന്. ഛത്തീസ്ഗഡില്ല, മധ്യപ്രദേശിന്റെ ഭാഗമായിരുന്നു ഛത്തീസ്ഗഡ്. അപ്പം ബിലാസ്പൂരിൽ ഞാൻ പോയി ബ്രാഞ്ച് തുടങ്ങി. അത് ഞാനും കോട്ടയത്തുള്ള എൻ്റെ ഒരു മലയാളി സെയിൽസ്മാനും ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയി അവിടെ ബ്രാഞ്ച് തുടങ്ങി. അതൊരു 1.5 വർഷത്തോളം അവിടെ ബ്രാഞ്ച് ആയിട്ട് നടന്നു. പിന്നെ കമ്പനി പറഞ്ഞു ഇനി അത് ക്ലോസ് ചെയ്ത് തരും, റായ്പൂരിൽ തന്നെ ഓപ്പറേറ്റ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ തിരിച്ച് റായ്പൂര് വന്ന് ഒരു ഇന്ത്യൻ കോഫി ഹൗസ് ഇരിക്കുന്ന കാപ്പി കുടിക്കുന്ന സമയത്താണ്
എൻ്റെ കൂടെ ഉള്ള ഒരു പെരുമ്പാവൂക്കാരൻ പിന്നെ ജോലി ചെയ്യുന്ന ഒരു ടെക്നീഷ്യൻ ഉണ്ടായിരുന്നു. അപ്പം പുള്ളിയുടെ ഒരു ഫ്രണ്ട് ഇന്ത്യൻ കോഫി ഹൗസിൽ കാപ്പി പിടിച്ചുകൊണ്ട് വന്നപ്പോഴാണ് അവർ നമ്മൾ ഈ വർത്താനം പറഞ്ഞിങ്ങനെ വന്ന ഇപ്പൊ സീന എൻ്റെ ഭാര്യ സഹധർമ്മിണിയെ അങ്ങനെയാണ് ആലോചന വരുന്നത്. ആ പുള്ളി പറഞ്ഞിങ്ങനെ അറിയാവുന്ന ഒരു നേഴ്സ് വെച്ച് ഇപ്പൊ പഠിച്ചിറങ്ങിയ ബിലായിലുണ്ടെന്നും പറഞ്ഞ് ആലോചന വന്നു. അത് മുന്നോട്ട് ഏതായാലും ദൈവം സഹായിച്ച് 88 ഞങ്ങളുടെ കല്യാണം നടന്നു. 1988 ബിലായി വെച്ചു, ബിലായി മർത്തമ ചർച്ച്. ഇന്ന് ഞങ്ങൾ സന്തോഷമായിട്ട് ദൈവം നടത്തുന്നു. ഇതാണ് സ്റ്റോറി. നമുക്ക് അമേരിക്കയിലുള്ള ഭാഗം പിന്നീട് പറയാം. അതെ, അമേരിക്ക ഉള്ളത് വീണ്ടും ശേഷം കാഴ്ചയില്. ശനി വന്ന് ഇതൊന്നും പ്രിപ്പയർ ചെയ്തതല്ല കേട്ടോ, നേരെ ക്യാമറ വെച്ച് തന്നിട്ട് അങ്ങ് പറഞ്ഞതാ. ഒന്നാമത് എനിക്കിപ്പോ സംസാരത്തിനും ഇച്ചിരി പ്രോബ്ലം ഒക്കെ ഉണ്ട്, മെമ്മറി ഉണ്ട്, സംസാരത്തിനും ഫിസിക്കൽ. ദൈവം സഹായിച്ച് കുഴപ്പമില്ല പോകുന്നു. എന്നാലും എല്ലാ വാക്കുകളും പറഞ്ഞ് ക്ലിയർ ആവുന്നില്ല. എന്നെ അറിയാവുന്നവരാരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഭോപ്പാലി എന്നുള്ളവരും മർത്തോമ ചർച്ച് എന്നുള്ളവരൊക്കെ കമന്റ് ചെയ്യണം. തീർച്ചയായും നമ്മുടെ ഒത്തിരി ആൾക്കാര് അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. ഇപ്പൊ എനിക്കൊരു പറ്റിയ ഗുണമെന്ന് പറഞ്ഞാൽ എന്നാന്നറിയാം, ഞങ്ങളുടെ സേത്തോട് പ്രവാസി ഗ്രൂപ്പ്, സേത്തോട്ടിൽ നിന്ന് കേരളത്തിന് അല്ല ഇന്ത്യക്ക് വെളിയിൽ പോയിട്ടുള്ളവരെല്ലാം ഞങ്ങളൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയായിരുന്നു. അതൊക്കെ കോവിഡിന് മുമ്പ്, ഒത്തിരി വർഷം മുമ്പായിരുന്നു. അത് രജിസ്റ്റർ ചെയ്ത ഒരു അസോസിയേഷൻ ആയിട്ട് ഞങ്ങളുടെ ഗോൾ ഇതായിരുന്നു, സേത്തോട് എന്ന് പറയുന്ന കൊച്ചു ഗ്രാമത്തിലുള്ളവരെ പ്രയാസപ്പെടുന്നവരെ എന്തെങ്കിലും വലിയ എമൗണ്ട് ഒന്നും അല്ല, ചെറിയ എമൗണ്ട് കൊടുത്ത് രോഗികളായ സഹായിക്കുക. ഇപ്പൊ 100 രൂപ ഇട്ട് കഴിഞ്ഞാൽ 100 രൂപ കൊടുക്കാന്നുള്ള. അപ്പൊ ഗൾഫിൽ പോയ ഒത്തിരി പേര് ഇൻട്രസ്റ്റ് കാണിച്ച് ഞങ്ങളൊരു പ്രവാസി രജിസ്റ്റേർഡ് ഗ്രൂപ്പ് ഉണ്ടാക്കിയായിരുന്നു. ഉണ്ടാക്കിയിട്ട് സേത്തോട് പ്രവാസി അസോസിയേഷൻ അതിന്റെ പേരും കൊടുത്ത് അത് ഇന്നും നല്ലതായിട്ട് നടന്നു. കോവിഡ് വന്നപ്പോൾ ഇച്ചിരി ഡൗൺ ആയി, അത് കഴിഞ്ഞ് വീണ്ടും ഇപ്പൊ വന്ന് ശക്തി പ്രാപിച്ചു വരിക. അപ്പൊ അങ്ങനെ ഞങ്ങളുടെ സേത്തോട് ഗ്രൂപ്പിൽ നിന്ന് അങ്ങനെയുള്ള പല ആൾക്കാരും ഉണ്ട്. ഇപ്പൊ ഗുണം പറ്റിയെന്ന് പറഞ്ഞാൽ ഇപ്പൊ വിക്രമൻ സേത്തോട് എന്ന് പറയുന്ന പുള്ളിയെ എൻ്റെ ഹൈസ്കൂൾ ഞങ്ങൾ ഒന്നിച്ച് പഠിച്ച സ്കൂൾമേറ്റ് ആയിരുന്നു. എനിക്ക് ഇവിടെ സ്പോൺസർ ചെയ്ത് കൊണ്ടുവരാനും പുള്ളിക്ക് അമേരിക്ക കാണണമെന്നുള്ള അതിയായ ആഗ്രഹം പ്രകടിപ്പിച്ച കാരണം എനിക്ക് ഇവിടെ കൊണ്ടുവരാൻ പറ്റി. പുള്ളി കഴിഞ്ഞ 4 മാസം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ 11-ാം തീയതി സെപ്റ്റംബർ 11-ാം തീയതി ഈ 11-ാം തീയതി സെപ്റ്റംബർ 11-ാം തീയതി പുള്ളി തിരിച്ച് ഇവിടുന്ന് പോയി ഇപ്പൊ ദുബൈയിലെ മോൻ്റെ കൂടെ അവിടെ സമയം ചെലവഴിക്കുന്നു. പുള്ളി ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഏറ്റവും പറ്റിയ ഗുണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ ശനി ചോദിച്ച പോലെ ഭോപ്പാലുകാർ ഇവിടെ കൊണ്ട് നമുക്ക് വേറെ വലിയ പിടിയൊന്നുമില്ല. പുള്ളി ഈ സേത്തോടുകാരൻ വന്നു കഴിഞ്ഞാൽ, വിക്രം വന്നു കഴിഞ്ഞുണ്ടല്ലോ, എല്ലാരും തപ്പിപ്പിടിച്ച് ഞങ്ങളൊരു വാട്സപ്പ് ഗ്രൂപ്പ് തന്നെ ഉണ്ടാക്കി, സേത്തോട് ഫ്രണ്ട്സ് ഇൻ അല്ലെ അമേരിക്ക എന്നും പറഞ്ഞു. അല്ല അങ്ങനെ അതെ എവിടെങ്കിലും ഇവിടെ ഉള്ളവരോ എൻ്റെ നമ്പര് 6308025736. ഇതിലോട്ട് വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭോപ്പാലിലുള്ള വീണ്ടും ആൾക്കാർ നമുക്കൊരു സംഗമം നമുക്ക് ചെയ്യാൻ പറ്റും. അതിയായ ആഗ്രഹത്തോട് ഞാൻ പറയുന്നു. വിളിക്കുക, നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, എന്നാ ഗോഡ് ബ്ലെസ്.